ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ ഇതേപോലെ കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ സാധനം മിസ് ഞാൻ വിചാരിച്ചു ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാന്ന് ഫോർ 2025. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോ ഞാൻ വെച്ചു ഓക്കെ വൈ നോട്ട് എന്ന് ഞാനും കൂടെ പരീക്ഷിക്കാറ്. ഓക്കെ, സോ അപ്പൊ അതിനുവേണ്ടി ഞാൻ ചാർട്ടും പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ അതൊക്കെ ഒന്ന് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ വിൽ മേക്ക് എ വിഷൻ ബോർഡ്. ഓക്കെ, സോ വിഷൻ ബോർഡ് ഇസ് ബേസിക്കലി നത്തിങ് ബട്ട് നമ്മൾക്ക് എന്താണ് നമ്മുടെ ഡ്രീംസ് എന്താണ്, നമ്മുടെ ഗോൾസ് എന്താണ്, അതൊക്കെ എന്താണോ അത് നമ്മളൊരു വിഷ്വലി റെപ്രസെന്റ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മളത് കാണും. നമ്മൾ എല്ലാ ദിവസവും അത് കാണുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളത് വെക്കാൻ. അപ്പം നമ്മളത് കണ്ട് എന്നിട്ട് ഇവൻച്വലി നമ്മളത് ഗെയിൻ ചെയ്യുന്നു. സോ അപ്പം നമുക്കത് ഇവൻച്വലി നമ്മൾക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഞാൻ എന്റെ ഗോൾസും എന്റെ ഡ്രീംസ് എന്താണോ അതൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി നമുക്ക് നോക്കാം. അപ്പം നെക്സ്റ്റ് ഇയർ ഈ സെയിം ടൈം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്തൊക്കെ നടന്നില്ല എന്ന് നോക്കാല്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഓ മൈ ഗോഡ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചാർട്ടാട്ടോ എടുക്കുന്നത്. ലിറ്ററലി നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് അളന്നൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. എന്റെ ദൈവം ഇരിക്കുന്നില്ല മതിയായിരിക്കും. അത് എന്റെ വിഷയം വളരെ ചെറുതാണ്. അപ്പം ഇതിന്റെ അകത്ത് കുറച്ച് ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിന്റെ അകത്ത് എത്ര ഉണ്ട്? 1, 5, 10, 13, 16, ഒരു 20 to 23 ഡ്രീംസ് ആണ് എനിക്കുള്ളത്. വളരെ ചെറുതാണ്. അപ്പം നോക്കാം. അപ്പം ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം. എല്ലാം ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് വെക്കണേന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് എന്താണ് ഗോൾസ് വേണ്ടെന്നുള്ളത് ഞാൻ ആദ്യമേ നമ്മളത് സോർട്ട് ഔട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി 2025 ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വേണം എന്ന് വിചാരിച്ച് ഞാൻ 2024 സാധനങ്ങളൊക്കെ ശരി ഒരു 20-25 സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ ആദ്യം ഒന്ന് കറച്ചെടുക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ചാർട്ടും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോ ഓരോന്നോരോന്നിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ചിലതൊക്കെ കാണിച്ചു തരാം. മിക്കതും ചിലതൊക്കെ ജനറലൈസേഷൻ ആണ്. ശരി, ജനറൽ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്റെ വീട്ടിൽ സബ്മിറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ വർത്താൻ. ഓക്കെ, സോ അപ്പൊ നമ്മള് ഫസ്റ്റ് നമുക്കിവിടെ ഓഫ് കോഴ്സ് വിൽ സ്റ്റാർട്ട് വിത്ത് ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സോഫാർ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെയൊക്കെ നന്നാക്കാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഓ മൈ ഗുഡ്നസ്, വേറെ മണ്ടത്തരം കാണിച്ച് ഈ പിങ്ക് ചാർട്ടിൽ നിന്ന് പിങ്ക് വരുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഹെൽത്ത് ആണ് തുടങ്ങുന്നത്. ഹെൽത്തിന് ഫസ്റ്റ് ഇവിടെ പോയി എന്റെ ജിമ്മ്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഹെൽത്തില് 3 കാറ്റഗറി, 3 അല്ല 2 ഉള്ളു ആക്ച്വലി. അപ്പൊ ഫസ്റ്റ് ഒന്ന് നല്ല ഫുഡ് കഴിക്കണം. ഓക്കെ, ഞാൻ മിക്കപ്പോഴും ശ്രമിക്കുന്നുണ്ട് നല്ല ഫുഡ് കഴിക്കാൻ. പക്ഷെ ഇടയ്ക്ക് ടെംപ്ടേഷൻ കാരണം എന്തെങ്കിലും കലമ്പ് കഴിക്കും. പിന്നെ ചിലപ്പോൾ സാഹചര്യം കാരണം കേട്ടോ. പിന്നെ രണ്ടാമത് ഓഫ് കോഴ്സ് ജിമ്മാണ്. ഇവിടെ ഷീ ഗോട്ട് എ ഗുഡ് നൈസ് ബോഡി ആൻഡ് ഇവിടെ ഒരു
അതിന്റെ പേരെന്തായാലും ഡംബൽസിന്റെയും ഒരു പിക്ചർ ഉണ്ട്. ഓക്കെ, സോ ഐ തോട്ട് നമ്മൾക്ക് ഇത് മേടിക്കാം. അപ്പം എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി ജിമ്മിൽ പോവാന്. പക്ഷെ ഞാൻ നമ്മൾ ആക്ച്വലി ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോ ഞാൻ ഓഫീസ് ജിമ്മിലാണല്ലോ പോണേ. അപ്പൊ ജിമ്മിൽ ആദ്യം ജോയിൻ ചെയ്തപ്പോ ഞങ്ങൾ 3 പേരായിരുന്നു. പിന്നെ അത് ഇവൻച്വലി ഇടയ്ക്ക് 2 ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരുന്നു നമ്മൾ എല്ലാവരും പൊക്കോണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിന്റെ ധൈര്യം സംഭരിച്ച് ഞാൻ ഒറ്റയ്ക്കൊക്കെ പോയി തുടങ്ങിയാണ്. പക്ഷെ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പുഷ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ എന്തുകൊണ്ടും ഒരു സന്തോഷം. ഇപ്പം ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ ഞാൻ ഇങ്ങനെ പുഷ് എനിക്ക് പോകുമെന്നാണ് ഞാൻ മിക്കപ്പോഴും പോണേ. പക്ഷെ അതിന് പകരം നമുക്കൊരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഒരു ഊർജ്ജമൊക്കെ ഉണ്ടാവും പോയാൽ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു അപ്പം ഒന്ന് ജിം ഇച്ചിരിയും കൂടി ഒന്ന് സെറ്റാണ്. എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പോവാന്. പക്ഷെ കാരണം നമ്മളൊന്ന് പോയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിസൾട്ട് ഒക്കെ കണ്ട് ഓഫ് കോഴ്സ് നമ്മൾ ഇഷ്ടപ്പെടും, അത് അടിപൊളിയാണ്. അപ്പം നമ്മൾ എന്തായാലും പോവാൻ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പക്ഷെ ഈ മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര മടി എന്നുവെച്ചാല് ഞാനിത് അവിടെ വരെ ഒന്ന് എത്തിക്കിട്ടുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ മിക്കപ്പോഴും അതെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ജിമ്മിലേക്ക് പോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ പോണേ. അതെ മിക്ക മൺഡേസും അങ്ങനെയാണ്. പിന്നെ എല്ലാ മൺഡേകളും ഞാൻ പോകും. പിന്നെ അതായിട്ടുള്ള വെനസ്ഡേ എനിക്ക് ഇച്ചിരി താല്പര്യക്കുറവായിരിക്കും. പക്ഷെ എന്തായാലും ഞാൻ പോകും. ഫ്രൈഡേ ആണ് പിന്നെ മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അതാണ് അപ്പൊ എന്റെ ജിമ്മിന്റെ ഒക്കെ അവസ്ഥ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒരു ബെറ്റർ വർക്ക്ഔട്ട് വേണം. അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആക്കണം. കുറച്ചും കൂടെ എന്താ പറയാ അത് എപ്പോഴും പോണം എന്നൊക്കെയാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. അതാണ് അപ്പൊ എന്റെ ഫസ്റ്റ് നെക്സ്റ്റ് ഇയേഴ്സ് ഗോൾ. അപ്പം അങ്ങനെ ഹെൽത്തിന്റെ ഏറ്റവും തീരുമാനം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ഇപ്പൊ എന്താ കാണിക്കാൻ പറ്റുക? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡിജിറ്റൽ ഡീടോക്സ് ആണ്. കാണുന്നുണ്ടോ ഗൈസ്? ഡിജിറ്റൽ ഡീടോക്സ് ആണ്. ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞാല് ഫോണാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. സിസ്റ്റം കുറവാണ്, പക്ഷെ എന്നാലും ഫോണാണ് മാക്സിമം മിക്കപ്പോഴും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ വർഷം വരെ 2024 2023 വരെ ഫോൺ അങ്ങനെ എനിക്ക് അങ്ങനെ അഡിക്റ്റഡോ അങ്ങനെ ഒന്നും പ്രശ്നമില്ലാത്തൊരു ആളായിരുന്നു ഞാൻ. എന്താണെന്നറിയാൻ പാടില്ല. പക്ഷെ ഈ വർഷം ഇപ്പൊ അത് പോയി. ഈ വർഷം ഇപ്പൊ ഞാൻ ഇങ്ങനെ ലൈക്ക് കഴിഞ്ഞ വർഷം വരെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെ ഫോൺ അങ്ങനെ നോക്കാറില്ലായിരുന്നു. കിടക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ഫോണിൽ നോക്കിയൊന്നല്ല ഇങ്ങനെ കിടന്നത്. ഐ നോ പീപ്പിൾ who put their phone on their body and then sleep. ഞാൻ ആ ടൈപ്പ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങനെ അത്രയ്ക്കും ഞാൻ ആയിട്ടില്ല. പക്ഷെ എന്നാലും രാത്രി ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഫോൺ നോക്കിയിട്ട് കിടക്കുന്ന ഒരു സ്വഭാവം പിടിച്ചു. അതെനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. അതാണ് മൊത്തത്തിൽ കണ്ണടിച്ചു പോകലും ചെവി അടിച്ചു പോകലും ഉറക്കം തീരെ 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 ശരിയാവില്ല. നമ്മൾ ഈ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിച്ചാ ഇപ്പൊ ഭയങ്കര റിലേ പോക്കാണ്. നേരത്തെ ഇപ്പോഴാണെങ്കിൽ വന്നോന്ന് ഇപ്പൊ എന്താ പറയാ ബുദ്ധിയില്ല, ബോധവും ഇല്ല, വെളിവ് തീരെയില്ല. അതാണ് ഇപ്പത്തെ അവസ്ഥ. ഇനി ഇപ്പൊ ഫോൺ നോക്കിയപ്പം എന്താ പറയാ മേളിന്ന് താഴെ വരെ വന്നാൽ പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പൊ എന്തെങ്കിലും കിട്ടും വന്നേന്ന്. അതാണ് അത്രയ്ക്ക് റിലേ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം എന്തായാലും ഡിജിറ്റൽ ഡീടോക്സ് എന്തായാലും വേണം, എസ്പെഷ്യലി ഫോൺ. അത് കഴിഞ്ഞു. ഇനി ഇപ്പൊ അടുത്തത് ഇതെന്താ ഒട്ടാത്ത ഇത് കണ്ടോ ഗൈസ്? എന്റെ കൈയൊക്കെ പിങ്ക് ആയി. അത് മിക്കവാറും മൊത്തത്തിൽ ഒരു പിങ്കിഷ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി പറയാൻ പറ്റാത്ത 2 കാര്യങ്ങൾ പൊട്ടിച്ചൊക്കെ. ഓ മൈ ഗുഡ്നസ്, ഇല്ലായിരിക്കും അല്ലേ? ഒക്കെ നടക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം, എല്ലാവരും ഞാൻ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കട്ടെ. ശരിയാണല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ മറ്റേ ബുക്ക് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. എനിക്ക് എപ്പോഴാ ഈ ഫ്ലാസിനോട് ഇത്രയും പ്രാന്ത് അറിയാം. ഞാന് മലേഷ്യ പോയിട്ട് ലാസ്റ്റത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് വേണ്ടി ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുക. അപ്പം ഇങ്ങനെ കുറച്ച് പേര് ഒരു ചേട്ടൻ്റെ ഇങ്ങനെ കുറെ ബുക്ക് ഫ്ലാസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. എനിക്കറിയില്ല, അതെനിക്ക് ഭയങ്കര രസമായിരുന്നു അത് കാണാന്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എനിക്കൊന്ന് ചേട്ടൻ അവിടെ നിന്ന് ഏതൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഇച്ചിരിയും കൂടി നടന്നപ്പോഴേക്കും അതേപോലെ ഇങ്ങനെ കുറെ കടകൾ കണ്ടു. ഇങ്ങനെ
ക്ലാസ് ഇങ്ങനെ വെച്ചിറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാഷ് ഷോപ്പിലിരിക്കുന്നത് ഭയങ്കര രസമാണ്. അവിടെ ഇങ്ങനെ കുറെ ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇവിടുന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. ഭയങ്കര ഡിഫറെന്റ് ഫ്ലവേഴ്സ്, ഭയങ്കര ഡ്രീമിയാണ്, ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, സോ ഐ തോട്ട് ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സ് മേടിക്കാതിരിക്കും. എന്നുവെച്ചാൽ എപ്പോഴെപ്പോഴല്ല, ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുള്ളൂ. ഈവൻ ദോ ഡൈ ഭയങ്കര റിഫ്രഷിംഗ് ആണ്, ഭയങ്കര പ്ലെസന്റ് ആണ് ഫ്ലവേഴ്സ് കാണുമ്പോൾ. എനിക്ക് ഇച്ചിരി ആക്രാന്തം കൂടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നത് ഇത് കുറെ ബുക്സ് ആട്ടോ. അയ്യോ, എന്റെ പിങ്ക് ഇവിടെ മൊത്തം ആവുന്നുണ്ട്. ഓക്കെ, ബുക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബേസിക്കലി ഞാൻ അത്രയും ഭയങ്കര അങ്ങനെ വായിക്കുന്ന ആളല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് വായിക്കാൻ. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വായിക്കാൻ. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ ഡീടോക്സിന്റെ ഭാഗമായിട്ട് ഞാനിപ്പം ലൈക്ക് നമ്മൾക്ക് ഫോൺ നാളെ കൂടുതലും ഈ പ്രാവശ്യം കാണുന്നത്, ഈ വർഷം ബുക്ക് വായിച്ചത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറവായിരുന്നു. എന്റെ ബുക്ക് വായന ശീലം തുടങ്ങിയത് when I was in 9th standard. ഞാൻ എന്റെ ഫസ്റ്റ് ഹോസ്റ്റലിൽ പോയപ്പോഴാണ്. അപ്പം അവിടെ വെച്ചാണ് ഞാൻ എന്റെ ബുക്ക് വായന തുടങ്ങിയത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് പഠിക്കാനൊന്നും പറ്റുന്നില്ല ടീമെന്നല്ല. എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് സൂര്യനുണ്ട്, ഭയങ്കര ചൂടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ബുക്കൊക്കെ വെച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങും. ഇതൊക്കെ തന്നെയാണ് എന്റെ പരിപാടി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ബുക്ക് വായിച്ചത്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അതിന് നമ്മളിങ്ങനെ പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വായിച്ചു പോയി. പിന്നെ ഈ ദിസ് ഇസ് ഡിബേറ്റബിൾ, ബട്ട് സ്റ്റിൽ ചിലത് എനിക്ക് തോന്നുന്നു മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടം. കാരണം ബുക്സിലാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിലിംഗ് അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ആവും. ഓക്കെ, മൂവീസിൽ എനിക്ക് തോന്നുന്നു ഞാൻ മൂവീസ് കാണുമ്പോൾ മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ബുക്സ് അങ്ങനെയല്ല. നമ്മളിങ്ങനെ വായിച്ചു നമുക്ക് ഒരു പുള്ളിക്കാരി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, ഒരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെ അത് ഒരു ടൈനി ഡീറ്റെയിൽ അതിനകത്ത് പറയുന്നത് ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പം ബുക്ക് വായിക്കുന്നത് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, ദിസ് ഇസ് സംതിങ് റിലീജിയസ്. ഇത് നടക്കേണ്ടതാണ്. ഇപ്പൊ നടന്നു വരുന്നുണ്ട്. എനിക്കൊന്ന് ടുവേർഡ്സ് ദ ലാസ്റ്റ് ഓഫ് ദിസ് ഇയർ ഞാൻ ഇത് നടത്തുന്നുണ്ട്. അപ്പൊ അടുത്ത വർഷവും ഇനി ഉള്ള വർഷങ്ങളിലും ഇത് നടക്കേണ്ടതാണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് സംതിങ് ഗോൾ എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം ഗോൾ. ഇതിപ്പോ അവിടേക്കും കുറെ പേരുണ്ടോ? ഇനി കുറച്ച് പേരുണ്ടല്ലേ. അയ്യോ, ഇനി 2 പേരുണ്ട്, ഒരാൾ. ഓക്കെ, സോ അതും സെറ്റ്. കുഷ് അടുത്ത് വന്നിട്ട് ഓക്കെ എന്തായിരുന്നു? ഓക്കെ, സോ ദിസ് ഇസ് സ്വിമ്മിങ്. ഓക്കെ, സ്വിമ്മിങ് ആകാനുള്ള കാരണം ഞാൻ ആക്ച്വലി എനിക്ക് ഈ വർഷം എന്തെങ്കിലും 2 സ്കിൽ അക്വയർ ചെയ്യണമെന്നുണ്ട്. അതിലൊന്ന് ഞാൻ വിചാരിക്കുന്നത് സ്വിമ്മിങ് ആണ്. അതിനെപ്പറ്റി ഞാൻ ഇതിനായിട്ട് അങ്ങനെ ലൈക്ക് ഒരു ഗ്രേറ്റർ തോട്ട്സ് ഒന്നും ആയിട്ടില്ല. പക്ഷെ എനിക്ക് സ്വിമ്മിങ് തന്നെ നിർബന്ധമില്ല. പക്ഷെ അതൊരു ലൈഫ് സ്കില്ലാണല്ലോ. ലൈഫ് സ്കില്ലല്ലോടെ ഒരു ഗുഡ് ടു ഹാവ് സ്കില്ലല്ലോ. ഗുഡ് ടു ഹാവ് സ്കില്ലാണല്ലോ. അല്ലല്ലോ, ഗുഡ് ടു ഹാവ് സ്കില്ലല്ല. അതിനെക്കാട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആവശ്യമുള്ള ഒരു സ്കില്ലാണല്ലോ. ഓക്കെ, സോ അപ്പൊ ഞാൻ വിചാരിച്ചു സ്വിമ്മിങ് ആയിട്ട് ഇടാന്ന്. സ്വിമ്മിങ് പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഇങ്ങനെയാ വെക്കുന്നത്. ഓക്കെ, അപ്പം സ്വിമ്മിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കണം എന്നാണ്. ആക്ച്വലി ഞാൻ സ്വിമ്മിങ്ങിന് പോയായിരുന്നു when I was in 7th or 8th. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി പഠിച്ചു വന്ന സമയത്ത് ഒരാഴ്ചയപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. അല്ല, അത് ഞാൻ പോയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് പിന്നെ എനിക്കായിട്ട് ഫ്ലോ കിട്ടണം. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് സെറ്റായി വന്നില്ല. പിന്നെ ഞങ്ങൾ മലേഷ്യ പോയപ്പോ ഇൻഫിനിറ്റി പൂളിൽ നമ്മള് സ്വിം ചെയ്തെന്ന് വെച്ചാൽ സ്വിം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒരു പോയിന്റ് ചെയ്യുന്ന പോയിന്റ് ബിയിലേക്ക് വരെ നമ്മൾ എത്തി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾ കൈൻഡ് ഓഫ് ഓക്കെ. നെക്സ്റ്റ് വന്നു വെച്ചാൽ റിലാക്സേഷൻ ആണ്. റിലാക്സേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ടു ഗോ സംവെയർ. ഓക്കെ, ഞാൻ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. മൈ ഗുഡ്നസ്. ഓക്കെ, ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ ട്രിപ്പ് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഹാവ് സം പ്ലേസസ് ഓൺ മൈ മൈൻഡ്.
ഓക്കെ, ഐ ഹാവ് സം പ്ലേസസ് ഓൺ മൈ മൈൻഡ്. അപ്പം അത് നടക്കുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. സി മലേഷ്യ ട്രിപ്പ് വാസ് ലൈക്ക്, എനിക്കൊരു ഇന്റർനാഷണൽ ഈ വർഷം പോകണമെന്നുണ്ടായിരുന്നു, അങ്ങനെയാണ്. പക്ഷെ എനിക്കങ്ങനെ അധികം ഇവിടെ ഒരു 99.9% അത്രയ്ക്കും നടക്കണമെന്നില്ലായിരുന്നു. ഒരു 60-40 അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ദിസ് മലേഷ്യ തിങ് ഹാപ്പൻഡ്. ഓക്കെ, സോ പ്ലേസസ് ഐ ഗോട്ട് ഇൻ മൈൻഡ്. ഞാനത് 2 സ്ഥലങ്ങൾ ഉണ്ട്. അപ്പൊ ഞാനത് നടന്നു കഴിയുമ്പം അത് അടുത്ത വർഷം അറിയും. ഓക്കെ, ഇനിയിപ്പോ പറയാൻ പറ്റും, നമ്മള് ഒരു സ്ഥലമാണ് തീരുമാനിച്ചത്, പക്ഷെ അത് വേറെ സ്ഥലത്താണ് നമ്മൾ എത്തിയെങ്കിലും എനിക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയാൽ മതി. യൂഷ്വലി ആകുമ്പോ ഒരു സിറ്റി അങ്ങനെ ഒരു സ്ഥലമാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ ഈ കാടും മലയും അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല, എന്താണെന്നറിയാൻ പാടില്ല എനിക്ക്. ഓക്കെ, എനിക്കങ്ങനെ കാടും അങ്ങനെ എനിക്ക് തണുപ്പൊന്നും പറ്റിയിരുന്നില്ല. അപ്പം എനിക്കിങ്ങനെ എന്താ പറയാ, ഈ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ ടൈം തണുപ്പ് ഇങ്ങനെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊന്നും പോവാറ്. സോ ഐ ഗോട്ട് 2 പ്ലേസസ്. ഓക്കെ, അതിൽ ഒരു സ്ഥലം ഞാൻ കഴിഞ്ഞ വർഷമേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചായിരുന്നു, ഓക്കെ പോണം എന്നൊക്കെ. അതിന് പകരമാണ് മലേഷ്യക്ക് പോയത്. ഒരു സ്ഥലത്ത് എന്തായാലും എവിടെയെങ്കിലൊക്കെ പോകും, അതെനിക്ക് ഇഷ്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടന്ന ഓക്കെ, അങ്ങനെ നമ്മുടെ 2 സ്ഥലവും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നെന്ന് പറഞ്ഞാല് ദിസ് ഇസ് പാരാഗ്ലൈഡിങ്. എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ സ്പോട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ സ്പോട്ടിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ എനിക്ക് ആകെ കിട്ടിയത് എന്റെ തലയിൽ കൂടെ പോയതും പാരാഗ്ലൈഡിങ് ആയിരുന്നു. ഓക്കെ, സോ അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി എപ്പോഴും ഞാൻ ഇങ്ങനെ എപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞു അപ്പോഴൊക്കെ അവരെന്നെ ഉപദേശിച്ചു വിടുത്തേയുള്ളൂ. പക്ഷെ എനിക്ക് ഹൈറ്റ്സ് ഒക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മൾ ഈ എന്താ പറയാ, നമ്മളത് ചെയ്ത് കഴിയുമ്പോ നമുക്കൊരു കിട്ടുന്നൊരു സന്തോഷമായി. അപ്പൊ അത് നിങ്ങൾ മറക്കിട്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഇയർ ചെയ്യണം എന്നായിരുന്നു. ഐ വാസ് കൈൻഡ് ഓഫ് പ്ലാൻ, പക്ഷെ റീസെന്റ് ഇറ്റ് ഗോട്ട് ചേഞ്ച്ഡ്. നമ്മൾ ഈ ആഗ്രഹിച്ചാൽ മാത്രം വരല്ലോ നടക്കുന്നതിന്റെ പുറകെ കുറെ കാര്യങ്ങളും കൂടി ഇല്ലേ. അപ്പം അഡ്വഞ്ചർ സ്പോട്ട് ഫസ്റ്റ് ആക്ച്വലി എന്റെ മൈൻഡില് പാരാഗ്ലൈഡിങ് ആയിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെന്താണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്നുള്ളത് സക്സസ് ആട്ടോ. സക്സസിന്റെ പുറകെ 2 കാര്യങ്ങളല്ലേ സക്സസിന്റെ അകത്ത് ഞാൻ വെച്ചേക്കണേ. 3 കാര്യം ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് 2 കാര്യം നടന്നാലും സന്തോഷമാണ്. 2 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് നടത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ. അത് ചെറിയൊന്ന് വലിയ ബുദ്ധിമുട്ടില്ല വെച്ചാൽ എന്തായാലും ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നടത്താൻ പറ്റും. ഒരു ആഞ്ഞപ്പിടുത്തത്തിലാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഓക്കെ, സോ വാട്ട് കംസ് അണ്ടർ സക്സസ്? ഇതും ഞാൻ നടന്നു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പം ഇത് ഞാൻ കുറച്ച് ആലോചിച്ച് ഇത് അതിൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഡൂവബിൾ. നമ്മളൊന്ന് ഇച്ചിരി മെനക്കെട്ടുവാണെങ്കിൽ നമുക്ക് ദാറ്റ് ഇസ് ഡൂവബിൾ. പക്ഷെ രണ്ടാമത്തെ കാര്യം ഇച്ചിരി ഡൂവബിൾ ആണോ ചോദിച്ചാൽ ആണ്, പക്ഷെ കൈൻഡ് ഓഫ് ടഫാണ്. അതിന് ഇച്ചിരിയും കൂടെ തലക്കിച്ചിരി വെളിവും അങ്ങനെ ഇച്ചിരി പരീക്ഷണങ്ങളും അതിനു വേണ്ടി ടൈം ഇച്ചിരിയും കൂടെ മാറ്റി വെക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ എനിക്ക് നടത്തിയാൽ കൊള്ളാന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പൊ അതിനുള്ള ഇപ്പൊ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ അത് നടക്കില്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ നാഞ്ഞു പിടിച്ചാൽ നടത്താവുന്നതേ ഉള്ളൂ. അടുത്തത് വരുന്നതാണ് നമ്മള് ഒരു ആഗ്രഹം ചോദിക്കും. നമ്മള് കുറച്ചധികം നമ്മളെ ചോദിക്കല്ലോ. അപ്പൊ അയ്യോ ഇല്ല പക്ഷെ കേട്ടോ, ഇതായിരുന്നു എന്റെ 3ാമത്തെ ആഗ്രഹം കേട്ടോ. ഓക്കെ, ഇതാണ് ദിസ് ഇസ് മൈ 3ാമത്തെ ആഗ്രഹം. ഇത് എനിക്ക് നടക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എനിക്ക് വലിയ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. നടന്നില്ലെങ്കിലും നടക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷാട്ടോ. ദാറ്റ് ഈസ് ഓൾസോ ഡൺ. ഇനി നെക്സ്റ്റ് വരുന്ന 2 നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ളത് 2 നമുക്ക് നെക്സ്റ്റ് വരുന്ന 2 ഇത് 2
നടന്ന ഭാഗ്യം എന്ന് വേണം പറയാം. നടന്നാൽ ഐ ലിറ്ററലി ട്രസ്റ്റ് ഇൻ ദിസ് വിഷൻ ബോർഡ്. പക്ഷെ ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആണ്. ഓക്കെ, ദിസ് മേ ബി ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇത് ഭയങ്കര ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പം ഇത് രണ്ടും ഒരു ഇമ്പോസിബിൾ വേണ്ട, വിൽ പുട്ട് ഇറ്റ് ആസ് ഡിലുള്ളൂ. ഓക്കെ, അപ്പം നമ്മളുടെ രണ്ടൊരു എന്താ പറയാ, രണ്ട് ഡിലുള്ളു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗോൾ ഡ്രീം ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആക്ച്വലി ഇത് രണ്ടും എന്റെ മനസ്സിലുണ്ട് ഫോർ പാസ്റ്റ് 2 years. സേ ഇത് നടക്കുവാണെങ്കിൽ പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ച് സത്യമായിട്ട് ഇതൊക്കെ നടക്കുവാണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഐ ഷോ യു. അടുത്ത വർഷം ഏതാണ്ട് ഈ ഒരു സമയത്തൊക്കെ ഒരു വീഡിയോ ഇറങ്ങുക ഇതൊക്കെ നടന്നെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് അടുത്ത വർഷത്തെ വിഷൻ ബോർഡ് വയ്ക്കാം. ഓക്കെ, സോ അപ്പം നിങ്ങളും ഇതേപോലെ വിഷൻ ബോർഡ്സ് ഒക്കെ വിഷൻ ബോർഡൊക്കെ വെക്കുവാണെങ്കിൽ ലെറ്റ് മീ നോ. പരീക്ഷിച്ചു നോക്കൂ. പരീക്ഷിക്കൂ. വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അതിൽ നോക്കും. നമ്മൾ ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. അത് രണ്ടാമത്തെ കാര്യം കേട്ടോ. അത് വർക്ക് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഗോൾസ് ഇച്ചിരി കൂടി ഡിഫൈൻഡ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷൻ ബോർഡ് വെക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഞാൻ കോൾ വെച്ചിട്ട് ഒന്നും കൂടെ അത് ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവിടെ ആള് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊരു കാര്യമാക്കിട്ട്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാല് ലിറ്ററലി ഇറ്റ്സ് എ ചാലഞ്ച്. ഒരു ചാലഞ്ചാണ് ഇത്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ മീ. ഇത് നടന്നാല് ഇതെല്ലാം പെട്ടെന്ന് നടക്കായിരിക്കും. പക്ഷെ ഇത് നടക്കരുത്. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് വൈബാണ്. സോ ഇറ്റ്സ് നോട്ട് എ ഡ്രീം. ഓക്കെ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഡ്രീം ഓർ എ ഗോൾ. എന്നെ ചോദിച്ചാൽ ചിലപ്പോ ഇത് കാണുമ്പോ ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുമായിരിക്കും. ഓക്കെ, സോ എനിക്ക് ചീസ് കാണാം. നമുക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ചും കാര്യം ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഉറപ്പായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. ആരൊക്കെയാലും കണ്ടെടുക്കാൻ തോന്നില്ല. ഓക്കെ, സോ എന്റെ വിഷൻ ബോർഡ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടോ. ഓക്കെ, സോ ഐ വിൽ ഗിവ് യു എ ക്വിക്ക് കാണിച്ചു ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ്. ഓക്കെ, സോ അതാണ് എന്റെ വിഷൻ ബോർഡ്. ഓക്കെ, സോ പറ്റുന്ന എല്ലാവരും വിഷൻ ബോർഡ് ഉണ്ടാക്കുക. എന്താണ് ഗോൾസ്, എന്താണ് ഡ്രീംസ് ഐഡന്റിഫൈ ഫസ്റ്റ്. മേക്ക് എ വിഷൻ ബോർഡ് ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. വർക്ക് ഫോർ ഇറ്റ്. അത് മറക്കരുത്. വർക്ക് ഫോർ ഇറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, സോ നെക്സ്റ്റ് ഇയർ ഈ വർഷമൊക്കെ ആകുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു റിസൾട്ട്സ് എന്താണ്, ഓക്കെ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല, അടുത്ത വർഷത്തെ എന്താണ് വിഷൻ ബോർഡ്, അതൊക്കെ ഞാൻ കൊണ്ടുവരാം. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.